പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം അധിക തടവും പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449-ലും ലൈഫ് കൊടുത്തു, 302-ലും ലൈഫ് കൊടുത്തു, 201-ൽ 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്ന് പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റീന് കൊടുക്കാതിരുന്നത്. സജിതയുടെ മക്കളായ അഖിലയും അതുല്യയും നിറകണ്ണുകളോടെയാണ് വിധി കേൾക്കാൻ കോടതിയിലെത്തിയത്. അമ്മയെ ഇല്ലാതാക്കിയ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തരാണെന്നും അവർ പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. ഞങ്ങൾക്ക് തൃപ്തിയാണ്. കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് വധശിക്ഷ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ഒരു കേസിൽ ഇയാൾക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടല്ലോ കേസ്. അടുത്ത കേസിൽ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ഈ വിധിയിൽ നിങ്ങൾ തീർത്തും തൃപ്തരാണ്? അതെ, ഇയാൾ പുറത്തിറങ്ങരുത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ തീർത്തും തൃപ്തരാണ്? ഇനി ജാമ്യമോ പരോളോ കിട്ടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, പരോളോ ജാമ്യം കിട്ടരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? ഭയത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇയാളെ പുറത്തു വിടരുത്. ഒരിക്കലും പുറത്തു വിടരുത്. ആയിഷത്തുൽ ഷംന വിശദാംശങ്ങളുമായി. ഷംന, ഇതിൽ വിധി പ്രസ്താവത്തിന് ശേഷം പ്രോസിക്യൂഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ കേസിൽ കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് ഇരട്ടക്കൊലയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ അവരും യോജിക്കുകയാണ്. അടുത്ത നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് ആ തരത്തിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് കോടതി ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണല്ലോ വിധി പ്രസ്താവം നടത്തിയത്. ഷംന. അനുജ, അത് തന്നെയാണ്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല, പക്ഷേ കുറ്റകൃത്യം നടന്നു എന്നത് കോടതി സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ ചില നിരീക്ഷണങ്ങൾ കോടതി പങ്കുവെക്കുന്നുണ്ട്. അതായത് ഇയാൾ വീണ്ടും സജിത വധക്കേസിന് ശേഷവും കൊലക്കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രതി പുറത്തിറങ്ങിയാൽ അത്തരം ക്രൈം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ വിധി പ്രസ്താവനത്തിനായി കോടതി നിരീക്ഷിച്ചത് മറ്റ് ചില കാരണങ്ങളായിരുന്നു. അതായത് സജിത വധക്കേസിന് മുൻപ് ഇയാൾ മറ്റ് കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടില്ല, മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. പക്ഷേ ഇനി ഒരു കേസിന്റെ കൂടി വിചാരണ നടക്കാനുണ്ട്. അതായത് സജിതയുടെ ഭർത്താവിന്റെ അമ്മയെയും കൊലപ്പെടുത്തിയ കേസിൽ, ഇരട്ട കൊലപാതക കേസിൽ വിചാരണ നടക്കുന്നതേ ഉള്ളൂ. അത് വരുന്നതോടുകൂടി വധശിക്ഷ തന്നെ, തൂക്കുകയർ തന്നെ പ്രതിക്ക് ലഭ്യമാകുമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും നിലവിൽ വന്ന വിധിയിൽ അവർ തൃപ്തരാണ്. ഒപ്പം തന്നെ ഈ പ്രതിക്ക് മാനസികമായി മറ്റു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ല. ഇയാൾ മാനസികമായി പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇയാൾക്കിനി അതായത് ഇയാൾക്ക് ഒരു അവസരം കൊടുത്താൽ മാനസാന്തരപ്പെടാനോ കുറ്റബോധം തോന്നാനോ ഒന്നും ഒരു സാധ്യതയും ഇല്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇയാൾക്ക് പരോൾ എന്ന ഒരു സാധനം, അത് പരോൾ ഈ കോടതിയുടെ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത്. ഈ കോടതിയുടെ പരിഗണനയിലല്ല ഈ പരോളിന്റെ കാര്യം വരുന്നത്. പക്ഷേ അങ്ങനെ പരോൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സാക്ഷികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അവിടെ എന്നുകൂടി കോടതി പറയുകയാണ്. നന്നാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നതുകൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതിഭാഗം പറഞ്ഞിട്ടുള്ളത് അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോകുമെന്നതാണ്. പ്രോസിക്യൂഷൻ ആകട്ടെ ഇത് പരമാവധി ശിക്ഷയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.